മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് നിങ്ങൾക്ക് ആശാപ്രവർത്തകർക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ നിങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് നിങ്ങൾ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല, ഈ ശക്തമായ നിയമ നടപടി ഇതിനെതിരെ നടത്തും, അതോടൊപ്പം മാപ്പ് പറയില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട സംഘടനയുടെ നിലപാട്? ഞങ്ങൾ കേരളം ഭരിക്കുന്ന ആരോഗ്യമന്ത്രിയുടെ അടുത്താണ് ചെന്നത്. ആരോഗ്യമന്ത്രിയെ രാവിലെ 6:30 കാണാൻ വേണ്ടി ചെന്നപ്പോൾ, കാരണം ഈ കാര്യം ഞങ്ങൾ സമരം തുടർന്നു പോകാൻ താല്പര്യമില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് തരണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്തു തരണമെന്ന് പറയാൻ ഒരു വനിതാ ആരോഗ്യമന്ത്രിയുടെ അടുത്തൊരു വനിതകളായ ഞങ്ങളാണ് പോയത്. അപ്പോൾ ആ വീടിൻ്റെ 2ാമത്തെ സ്റ്റെയറിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ വാതിലിലൂടെ ഇങ്ങ് നോക്കിയിട്ട് പറഞ്ഞത്, പിന്നെ ഒരു പുരുഷൻ പറഞ്ഞത്, ഇവിടെ മന്ത്രിക്ക് ആരെയും കാണാൻ പറ്റത്തില്ല, പോകണമെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അത് മാത്രം പറഞ്ഞ് ഞങ്ങളോ പറഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. അതിനകത്തൊരു അസ്വാഭാവികതയും ഞങ്ങൾ കണ്ടില്ല. ഇനി അവരുടെ ഭർത്താവാണോ ആരോ എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാൻ സാധിക്കത്തില്ല. പറഞ്ഞതൊരു പുരുഷനാണെന്ന് മാത്രം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ ഊഹിച്ചിരിക്കുന്ന ഒരു ഭർത്താവായിരിക്കാം എന്നുള്ളതാണ്. അല്ലാതെ വേറെ മന്ത്രി ഓഫീസിൽ ആരുമല്ല എന്നുള്ള നിഗമനം. ഞങ്ങൾ മന്ത്രി ഓഫീസിലെ എല്ലാവരെയും നല്ല പരിചയമൊന്നുമില്ല ഞങ്ങൾക്ക്, അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടുന്ന കാര്യം ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം അദ്ദേഹം താമസിക്കുന്ന വസതിയിലാണ് പോയത്, രാവിലെ 6:30. അതിന് കേസ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്താ പറയണ്ടേ? ഇത്രമാത്രം അതപ്പതിച്ച ഒരു നിലപാടാണോ എന്ന് തോന്നിപ്പോകുക. അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.